ഹായ് ഹലോ. നാളെ നവംബർ 14 ശിശുദിനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ കുഞ്ഞു മക്കൾക്കും അവരുടെ പേരൻസിനും വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, കുഞ്ഞു പല്ലിൽ കേടുവന്നാൽ ഡോക്ടറെ അതങ്ങ് എടുത്ത് കളഞ്ഞേരെ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങിക്കുന്നു, ആ ഡ്രസ്സ് മാക്സിമം ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year വരെ അത് പോകുമായിരിക്കും. അത് കഴിയുമ്പോൾ അത് ഒന്നുകിൽ ഫെയ്ഡാവും അല്ലെങ്കിൽ നശിച്ചു പോകും. പക്ഷേ ഇത് 1 year കഴിയുമ്പോഴും നിങ്ങൾ യൂസ് ചെയ്യത്തില്ല എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ നശിച്ചു പോകുന്ന കരുതിയിട്ട് നിങ്ങളത് വാഷ് ചെയ്യാതെയോ അയൺ ചെയ്യാതെയോ പശമുക്കാതെയൊക്കെ ഇരിക്കുമോ? ഇല്ല. അത് എത്ര നാൾ പോകുന്നോ അത്രയും നാൾ അതിനെ കെയർ ചെയ്ത് കൊണ്ടുപോകും. അതേപോലെയാണ് നമ്മുടെ മക്കളുടെ പല്ലുകൾ. അതിലും വിലയേറിയതാണ് മക്കളുടെ പല്ലുകൾ. അപ്പോൾ ആ മുല്ലമൊട്ട് പോലെയുള്ള പല്ലുകൾ അവരുടെ പല്ല് പറഞ്ഞു പോകുന്ന സമയം വരെ നല്ല രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് കുട്ടീനെക്കാട്ടിലും കുട്ടിയുടെ മാതാപിതാക്കളുടെ ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റിയാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. സ്കൂളിൽ പോകുന്ന കുട്ടികളെ പറ്റി മാത്രമല്ല നമ്മളിന്ന് പറയുന്നത്. നമുക്ക് ചെറിയ മക്കൾ, സ്കൂളിൽ പോകാത്ത 1-2 വയസ്സുള്ള കുട്ടികളുടെ പല്ല് നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ 6 months ആകുമ്പോൾ കുട്ടിക്ക് സോളിഡ്സ് ആയിട്ടുള്ള ഫുഡുകൾ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഓരോന്ന് പതുക്കെ പതുക്കെ ഇൻട്രൊഡ്യൂസ്. അപ്പോൾ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അത് കഴിക്കാനുള്ള സാധനമാണ്, സംതിങ് ടു ഈറ്റ്, എപ്പോഴും കഴിക്കാൻ പറ്റുന്നതാണ്, എന്നും തരുന്നുണ്ട്, ഡെയിലി ഇത് തരുന്നുണ്ട്. അപ്പോൾ അവർ അതുമായിട്ട് അഡാപ്റ്റ് ആവും അല്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മൾ ബ്രഷിങ്ങും അവരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 months അല്ലെങ്കിൽ പല്ല് മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുട്ടികളുടെ പല്ല് ചെറിയ കോട്ടൺ ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അവരെപ്പോഴും പാൽ കുടിക്കുന്നതല്ലേ. ഇനി സോളിഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഇത് തന്നെ ചെയ്യാം. ദെൻ അവർക്ക് ഫസ്റ്റ് ആയിട്ട് പല്ല് വരുമ്പം നിങ്ങൾക്ക് ഈ ക്ലീനിങ്ങും ചെയ്യാം. കൂടെ സിലിക്കോൺ ബ്രഷ്, അതെന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ്. കുട്ടികളുടെ മോണയ്ക്കൊന്നും ഒരു ഇറിറ്റേഷനും ഉണ്ടാക്കത്തില്ല. അപ്പം ഇത് നമ്മൾ പതിയെ പതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അവരതായിട്ട് അഡാപ്റ്റ് ചെയ്യും. കാരണം ഡെയിലി ഇത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതെന്തോ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് അവർക്ക് മനസ്സിലാവും. കുട്ടികളെന്ന് പറയുന്നത് ഭയങ്കര ഗ്രാസ്പിംഗ് പവറുള്ള ആൾക്കാരാണ്. നമ്മൾ എന്ത് ചെയ്യുന്നോ അവരത് ലിസൺ ചെയ്യും. ആൻഡ് ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ അവരത് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ട്രൈ ചെയ്യും. അവർ ഒരു സ്റ്റെപ്പെങ്കിലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ നമ്മൾ എന്താണോ അവരെ പഠിപ്പിക്കുന്നത് അതാണ് അവർ ലിസൺ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെറുപ്പം തൊട്ടേ കുട്ടികൾ ഈ ശീലം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഒരു 2 year ഒക്കെ ആയി കഴിയുമ്പം കുട്ടിക്ക് എല്ലാ പല്ലും വന്നു എന്ന് കരുതിയിട്ട് അപ്പോൾ ഒരു വലിയ ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്തിട്ട് ചെന്ന് പല്ല് തേക്കാൻ ചെന്ന് അവർ ഡെഫിനറ്റായിട്ട് റെഫ്യൂസ് ചെയ്യത്തേ ഉള്ളൂ. കാരണം ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ യൂസ് ചെയ്യുന്ന ബ്രഷിൻ്റെ ബ്രിസിൽസ് കുറച്ചൊക്കെ ഈ സിലിക്കോൺ പോലെയല്ല, ഇറിറ്റബിൾ ആണ്. അപ്പോൾ അവർക്ക് ഈ പുതിയ സാധനം, എസ്പെഷ്യലി നമ്മൾ വലിയവർക്ക് തന്നെ വായിലൊരു സാധനം ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കുഞ്ഞുമക്കൾ ഇത്രയും നാളെ യൂസ് ചെയ്യാത്ത ഈ സാധനം യൂസ് ചെയ്യുമ്പം അവർ റെഫ്യൂസ് ചെയ്യും. അപ്പോൾ ഈ 2 years എന്ന് പറഞ്ഞാൽ കുട്ടി ഓൾമോസ്റ്റ് എല്ലാം തിരിച്ചറിയാനും എന്ത് വേണം എന്ത് വേണ്ട, എന്തിനോട് നോ പറയണം എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യത്തിനോട് അവർ നോ പറയും. പക്ഷേ ഇതൊരു 6 months തൊട്ടേ ഡെയിലി ഇത് റുട്ടീനാക്കി എടുത്ത് വരുമ്പോൾ